മഴക്കാലത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. അപകട സാധ്യതയുള്ള മേഖലകൾ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ പട്ടിക എന്നിവ വില്ലേജ് തലത്തിൽ തയ്യാറാക്കി താലൂക്ക് തലത്തിൽ ഏകോപിപ്പിക്കണം. തഹസിൽദാർമാരും തദ്ദേശ സ്ഥാപന തലത്തിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും DECയിൽ ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. മൺസൂണിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായ ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. റോഡരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും നീക്കം ചെയ്യുവാൻ പൊതുമരാമത്ത് വകുപ്പ്, റോഡ് NH വിഭാഗങ്ങളും NHAയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തരമായി നടപടി സ്വീകരിക്കണം. റോഡിന്റെ വശങ്ങളിൽ വനഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു മാറ്റുന്നതിന് അതാത് വകുപ്പുമായി ചേർന്ന് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അടിയന്തര നടപടി സ്വീകരിക്കണം. വിവിധ വകുപ്പുകളുടെ ഓഫീസ് പരിസരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, ശിഖരങ്ങൾ എന്നിവ നീക്കം ചെയ്യുവാൻ ഓഫീസ് മേധാവികൾ നടപടിയെടുക്കണം. ഇടുക്കി ജില്ലയിലെ പ്രധാന റോഡുകളുടെയും സെൻട്രൽ ലൈനുകൾ വ്യക്തമായി കാണത്തക്ക രീതിയിൽ വരയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാറമടകളും അതുപോലെ പടുതാക്കുളങ്ങളും ധാരാളമായിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷിതമായ ഉപയോഗം ഉറപ്പാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഓരോ പാറമടകളും അതുപോലെ പടുതാക്കുളങ്ങളും ആവശ്യമായ സുരക്ഷാ വേലികൾ ഉണ്ട് എന്ന് ഉറപ്പാക്കി നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമുകളുടെ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാൻ ഡാം സേഫ്റ്റി അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ വനമേഖലകളിൽ അല്ലെങ്കിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നടപടിയെടുക്കാനായിട്ട് ITDP അതുപോലെ TDO ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ മുതലായവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ വകുപ്പുകളുടെയും കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് എല്ലാ താലൂക്കുകളിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക ചുമതലയായിട്ട് ഡെപ്യൂട്ടി കളക്ടർമാരെ, സബ് കളക്ടർമാരെ നിയോഗിക്കും. റോഡുകളുടെ വശങ്ങളിലെ ഓടകൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ലാബുകൾ പരിശോധിക്കുന്നതിനും അപകടാവസ്ഥയിലുള്ളവ എത്രയും വേഗം മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും പൊതുമരാമത്ത്, റോഡ്, NH വിഭാഗങ്ങളും NHAയും തദ്ദേശ സ്ഥാപനങ്ങളും നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യം വന്നിട്ടുണ്ട്. യോഗത്തിൽ സബ് കളക്ടർ അരുൺ S. നായർ, VM ജയകൃഷ്ണൻ, ADM B. ജ്യോതി, മറ്റ് വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.